കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വനിതാ സംവിധായകരുടെ സിനിമ എന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഡിവോഴ്സ് എന്ന സിനിമ സംവിധാനം ചെയ്ത ശ്രീമതി മിനി ഐ ജി ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നാടകങ്ങളിലൂടെ ആയിരുന്നല്ലോ തുടക്കം. എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ളൊരു എൻട്രി? നാടകങ്ങളും സിനിമയും ഒരേ സമയം ഇഷ്ടപ്പെട്ടിരുന്നു. IFFK പോലുള്ള വേദികളിൽ സിനിമ കാണുമ്പോൾ സിനിമ എന്ന് പറയുന്ന ആഗ്രഹം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. നാടകം ചെയ്യുമ്പോഴും സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ലാൽ ജോസ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പി ബാലചന്ദ്രനെ അസിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നാടകത്തിലേക്ക് തന്നെയാണ്, നാടകത്തിൻ്റെ ഉപരിപഠനത്തിനായിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഞാൻ സിനിമയും നാടകവുമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാനൊരു 2-3 സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ പിച്ച് ചെയ്യുന്നതും ഞാൻ ആക്ടേഴ്സിനെ കാണാൻ പോകുന്നതും പ്രൊഡക്ഷൻ ഹൗസസിനെ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുണ്ട്, അപ്ലൈ ചെയ്തൂടെ എന്ന് ചോദിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതി വരുമ്പോൾ അങ്ങനെ ഒരു പൊതുവായിട്ടുള്ളൊരു വിഷയം എന്നുള്ള തരത്തിൽ ഞാനൊന്നും തയ്യാറാക്കിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വേറൊരു വിഷയം, അതായത് പൊതുസമൂഹത്തിനെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം ഞാനത് അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളൊരിതിൽ അങ്ങനെ ഞാൻ ഡിവോഴ്സ് എന്ന് പറയുന്ന ആശയം ഞാൻ ആലോചിക്കുകയും എഴുതുകയും ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്ലൈ ചെയ്തു, ലഭിച്ചു, അത് ചെയ്യാൻ കഴിഞ്ഞു. സിനിമ പൊതുവെ പുരുഷന്മാരുടെ ഒരു മേഖലയായിട്ട് പറയപ്പെടാറുണ്ട്. സ്ത്രീകളെ ഒരു 2ാം തരക്കാരായി കാണുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. അതിൽ നിന്ന് സ്ത്രീകൾക്ക് 1ാം സ്ഥാനത്ത് എത്താനുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത്? അത് സിനിമ മാത്രമല്ല, നമ്മൾ പൊതുവായിട്ട് ഇന്ത്യൻ സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ വീടകങ്ങൾ ഉൾപ്പെടെ ഏത് ഏരിയ എടുത്താലും അവിടെയൊക്കെയും ഈ ഒരു 2ാം തരം ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നൊരു കാര്യം ഉണ്ട്. അത് ഇപ്പോഴും നമ്മളിപ്പോഴും ജെൻഡർ സെൻസിറ്റീവ് ആവുക എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനർത്ഥം ജെൻഡർ സെൻസിറ്റീവ് അല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമാ രംഗത്തും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് തന്നെയാണ്. അതായത് നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസിനെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വളരെ കുറേ നാളുകളെടുത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ഒരു ടൈം ഫ്രെയിം വർക്കോ ഒന്നുമില്ല അതിനകത്ത്. ചിലപ്പോൾ നമുക്ക് മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഒരു വിഷയമായിട്ട് ഒരാളോട്. പലപ്പോഴും നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരും, പലപ്പോഴും നമുക്ക് റിജക്ഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി വേ അല്ല. അത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പൊതുവെ പുരുഷന്മാർക്കും പുതുതായി വരുന്ന ആൺകുട്ടികൾക്കും അത്ര എളുപ്പമുള്ള ഒരു ഏരിയ അല്ല. പക്ഷെ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യുന്നു. അത് എപ്പോഴാണ് ആ ഒരു ട്രാക്കിൽ വരുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈ ഒരു ടെക്നിക്കൽ ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഭയങ്കര ഒരു ടെക്നിക്കൽ ഏരിയ ആണ്. അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ വീടുകളിലും നമ്മൾ സ്ത്രീ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അവിടെ ചിലപ്പം അച്ഛനായിരിക്കും അല്ലെങ്കിൽ മുത്തച്ഛനായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നത് അവരായിരിക്കും. അങ്ങനെ അത് കണ്ടാണ് നമുക്കൊരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്കൊരു ഒത്തുതീർപ്പിലെത്താൻ പറ്റും അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഒരു കാഴ്ച നമുക്കില്ല, നമുക്ക് പൊതുസമൂഹത്തിനില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും സിനിമ മേഖലയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കേരളം അതിനൊരു മാതൃകയാണെന്ന് പറയാം. അപ്പോൾ കേരളത്തിൻ്റെ സ്ത്രീ സിനിമാ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായതിലൂടെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കും അങ്ങനെ സിനിമ ചെയ്യാം എന്ന് വന്നതിലൂടെ ഒരു സമൂഹത്തിന്, സ്ത്രീ സമൂഹത്തിന് അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിന് ഒരു പുതിയൊരു എനർജി തന്നെയാണ് വന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ആശയം ഉണ്ടാവുന്നു, നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്കിത് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇപ്പോഴും ബജറ്റിൽ വകയിരുത്തുന്നതോടെ ഇപ്പോൾ പല ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ കുറച്ചൊരു ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണിത് പ്രൊഡക്റ്റീവ് ആകുന്നു,
പോകുന്നോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നോ, അത് അങ്ങനെയല്ലല്ലോ. അതൊരു വികസന പദ്ധതിയായിട്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ വിഭാവന ചെയ്തതാണ്. അത് അതിൻ്റെ കൃത്യമായിട്ട് ഇതുവരെയുള്ള ആളുകളൊക്കെയും ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ആ എല്ലാ സിനിമകളും അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് ഉണ്ടായിട്ടുള്ള സിനിമകളാണ്. ഡിവോഴ്സ് എന്ന സിനിമയുടെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ്? ഡിവോഴ്സ് സംസാരിക്കുന്നത് ഒരു 7 സ്ത്രീകൾ ഡിവോഴ്സ് എന്ന ഒരു ഇതിൽ കൂടി കടന്നു പോകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതിൽ നമ്മുടെ സിനിമയിൽ ഒരു ഏജ്ഡ് കപ്പിളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഏജ്ഡ് കപ്പിളാണ് അവരിലാണ് കുറച്ചൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്, പ്രത്യേകിച്ച് പുരുഷനിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ബോധപൂർവം കൊണ്ടുവന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുകയുണ്ടായി, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് ചേഞ്ച് വരുന്നു എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. പക്ഷേ സാധ്യമാണ്. നമുക്ക് നീണ്ട കാലത്തെ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി എന്നിലെ ഉണ്ടായ ഒരു തെറ്റ് അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് അത് ഏത് മൊമെൻറ്റിലും സംഭവിക്കാം. അതിനേക്കാളും, അതായത് എൻ്റെ ഈഗോയെക്കാളും വലുതാണ് ഈ ബന്ധം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അതൊക്കെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് രക്ഷിക്കേണ്ടതാണ്. ആ രക്ഷിക്കേണ്ടതിലേക്ക് ഞാൻ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ജെൻഡർ റോളുകളിലൊക്കെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതും കറക്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുക തന്നെ ചെയ്യും. അതുപോലെ സഹസംവിധായികയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സംവിധായിക എന്നുള്ള ആ ഒരു റോളിലേക്കുള്ളൊരു ദൂരം എത്രത്തോളമായിരുന്നു? വളരെ വലിയൊരു ദൂരം തന്നെയായിരുന്നു. ഒരുപക്ഷെ എനിക്കറിയില്ല, കാരണം ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എത്രത്തോളം എനിക്കൊരു വലിയൊരു ക്യാൻവാസിൽ, അതായത് നമ്മൾ കുറേ കഥാപാത്രങ്ങൾ, കുറേ ആൾക്കാർ, കുറേ ടെക്നീഷ്യൻസ്, പിന്നെ പല ലൊക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് മീൻസ് മണി ഈസ് ഇൻവോൾവ് എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ ഒരു കൃത്യം ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ലാതെ നമ്മൾ 24 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ 24 ദിവസത്തെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാത്തരം സംവിധാനങ്ങളോടും കൂടിയാണ് ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ആ ഒരു ക്യാപിറ്റൽ മുടക്കാൻ തയ്യാറാവുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് എത്ര ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം പണ്ട് കാലത്ത് അടൂർ സാറിനും അരവിന്ദൻ സാറിനും ഒക്കെയും പത്മരാജൻ സാറിനും അങ്ങനെയൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടാവാൻ കാരണം സിനിമ ഒരു കച്ചവടം അല്ലാതെ ഒരു സാംസ്കാരിക ഒരു കാര്യമായിട്ട് കണ്ടിരുന്ന വ്യവസായികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മറ്റ് പ്രോഫിറ്റിൽ നിന്ന് അവർ സംസ്കാരത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അവരുടെ ഒരു തയ്യാറെടുപ്പ് കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ലാഭം ഉദ്ദേശിച്ചുള്ളൊരു പ്രവൃത്തി അല്ലാതെ അവരൊരു സംസ്കാരത്തിന് വേണ്ടിയിട്ട്, സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവരുടെ സമ്പത്ത് വിനിയോഗിച്ചതുകൊണ്ടാണ് അത്തരം സിനിമകൾ ഉണ്ടായത്. അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഒരു സർക്കാർ സംവിധാനവും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളും ഒക്കെയും ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു മാറ്റം വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റാൾക്കാർ, അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ആക്ടേഴ്സ് ഡേറ്റ് തരുമ്പോഴാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അതിന് വില്ലിങ് ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ചസ് ആക്ടേഴ്സിലും കൂടി സ്വാഭാവികമായിട്ടും വരിക എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അതുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാം പറഞ്ഞു ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഡിവോഴ്സ് എന്നുള്ളൊരു എഴുത്ത് തുടങ്ങിയത്. അതെ. പിന്നീട് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു നാൾ വഴി? നമ്മൾക്ക് ആദ്യത്തെ സെലക്ഷൻ പ്രോസസ്സിൽ നീണ്ട ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. എത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ട്? ആപ്ലിക്കൻസ് കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. 75-80ഓളം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. എളുപ്പമല്ലായിരുന്നു ആ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്, എളുപ്പമല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമുക്കൊരു
സെഷൻ ഉണ്ടായിരുന്നു അഞ്ജും രാജാബാലിയുമായിട്ട്. അപ്പോൾ നമ്മൾ നിരന്തരം സ്ക്രിപ്റ്റിന് ഡെവലപ്പ് ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുണ്ടായി. പക്ഷെ നമുക്കൊരു അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ചെയ്ത സമയം, ഞാനാണ് ആദ്യമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തത്, കോവിഡ് സമയത്തായിരുന്നു. ഇപ്പം ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്താണ് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു കുറച്ച് സമയം മാത്രമേ, കുറച്ചൊരു കേസും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ഡിലേ വന്നിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഒരാഴ്ച സമയമാണ് പ്രീ പ്രൊഡക്ഷൻ കിട്ടിയത്. അപ്പോൾ അത് വളരെ കുറഞ്ഞൊരു സമയമായിരുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ കുറേയധികം ആക്ടേഴ്സ് ഉണ്ട്, കുറേയധികം ലൊക്കേഷൻസ് ഇൻവോൾവ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആക്ടേഴ്സ് കോവിഡ് ബാധിച്ചു, ചില ലൊക്കേഷൻസ് നമുക്ക് ക്യാൻസലാവും, തലേ ദിവസമായിരിക്കും അറിയുന്നത്, പിറ്റേ ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് നമ്മൾ ഒരു സിറ്റുവേഷൻസ് കൂടി, വളരെ ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻസ് കൂടിയാണ് കടന്നു പോയത്. പക്ഷെ സംഭവം നമ്മൾ മാനേജ് ചെയ്തു. 24 ദിവസം കൊണ്ട് എല്ലാവരും, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും ആക്ടേഴ്സ് ആയാലും നമ്മളൊപ്പം നിന്ന് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റി. ആ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു, പക്ഷെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി. കഴിഞ്ഞൊരു 10 വർഷം സാംസ്കാരിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത്? ഒരുപാട് തരം പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് ആവിഷ്കരിക്കുന്നുണ്ടായി ഗവൺമെൻറ്. അതിലൊക്കെ പെടുന്നതാണ് ഒരുപാട് സാംസ്കാരിക സമുച്ചയങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഫെലോഷിപ്പുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പലതരം ക്ഷേമ പദ്ധതികൾ ഉണ്ടാകുന്നു, പല പ്രോജക്റ്റുകൾ ഉണ്ടാകുന്നു, ബിനാലെ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങളിലൂടെ പ്രത്യേകിച്ചും ഈ ജൂബിലി ഫെലോഷിപ്പും പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും എന്ന് പറയുന്നത് നമുക്കൊരു പ്രോത്സാഹനമാണ് ഉണ്ടാവുന്നത്. ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും വെച്ച് പുലർത്തുന്ന കുറേയധികം അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും റൈറ്റേഴ്സിനെയും ഒക്കെ എനിക്കറിയാം. ഓക്കെ, അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഇതൊരു സാധ്യമാവുന്നത്, ഇത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമായിട്ട് നിലനിൽക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾക്കപ്പുറം നമുക്കിപ്പോൾ എണ്ണി പറയാൻ ഇന്ദുലക്ഷ്മിയുണ്ട്, താരാ രാമാനുജനുണ്ട്, ശ്രുതി ശരണ്യമുണ്ട്, അല്ലെങ്കിൽ ശിവരഞ്ജനിയുണ്ട്. അങ്ങനെ നമുക്ക് കുറേയധികം വിരലുകൾക്കപ്പുറം സ്ത്രീകൾ ഈ രംഗത്തേക്ക് എത്തി എന്ന് പറയുന്നത് എനിക്കൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാം നേരത്തെ പറഞ്ഞു, ഇതുപോലുള്ള പദ്ധതികളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുകൾ പല ഭാഗത്തുനിന്നുണ്ടാവും. കാരണം ഇത് സിനിമയിൽ ഒരു കോമ്പറ്റീഷനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് മാത്രം സ്പെഷ്യൽ ഇത് കൊടുക്കുന്നു, അവരുടെ സിനിമ കാണാൻ കൊള്ളാവോ എന്നിങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിന് കുറച്ചധികം പരിഗണന നൽകിയ ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇത് എത്രത്തോളം ഉപയോഗപ്രദമാണ്? കാരണം മാമിൻ്റെ അനുഭവത്തിൽ ഇങ്ങനൊരു സഹായം ഇല്ലായിരുന്നെങ്കിൽ ഈ സംവിധായിക എന്നുള്ള റോള് ഉടനെ തന്നെ എത്തിപ്പിടിക്കാവുന്ന ഒന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. അത് ഞാൻ പല വേദികളിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ലായിരുന്നു എങ്കിൽ ഒരു സംവിധായിക എന്ന് പറയുന്ന ഒരു സ്ഥാനം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ റത്തീന, ഇന്ദു ഉൾപ്പെടെ അങ്ങനെ സ്റ്റെഫി എന്നൊക്കെ പറയുന്ന സംവിധായികമാരുമുണ്ട്. പക്ഷെ നമ്മളത് നോക്കുമ്പോൾ അവരുടെ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ പോലും ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ വളരെയധികം വിഷമതകളാണ് അവർ നേരിടുന്നത്. അപ്പോൾ അതൊരു അപ്പം നമുക്ക് എണ്ണം കൂടി ഒരു പ്രധാനമാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്ത്രീ സംവിധായകർ എന്ന് എടുത്തെടുത്ത് പറയേണ്ട അവസ്ഥ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇല്ലാണ്ടാവും. കാരണം അത് താരതമ്യേന ആ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വരും. ആ റെപ്രസെൻറ്റേഷന് ആദ്യം ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്തിനു കൊടുക്കുന്നു എന്നൊക്കെ പറയാം. അത് പലയിടത്തും പല ഏരിയകളിലും പല വിഭാഗങ്ങളിലും ഇങ്ങനെ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകും, മത്സരം വേണ്ടി എന്നുള്ള തരത്തിൽ. അതല്ല, അത് കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ വന്നു പോകുന്ന ഈ ഒരു അനീതിയും അടിച്ചമർത്തലും ഒക്കെയും അത് ഒരു തിരുത്താനുള്ള ഒരു അവസരം എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ചും ഏജൻസികളും ഗവൺമെൻറ്റും അത് ഇനിഷ്യേറ്റ് ചെയ്യണം, അത്തരം പദ്ധതികൾ വിഭാവന ചെയ്യണം. അതിൽ കൂടെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിന് നമ്മളെപ്പോഴും മണി ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് ചിന്തിക്കാം. അതായത് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം. അപ്പോൾ
അപ്പം ഇന്ദുലക്ഷ്മിയുടെ സിനിമയൊക്കെ വളരെ കളക്ട് ചെയ്തിരുന്നു തിയേറ്ററിൽ. അപ്പം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. ഞാനും പറഞ്ഞത് എന്നോട് സംസാരിച്ച സമയത്തും ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സിനിമ ചെയ്യുമ്പോൾ അത് കളക്ട് ചെയ്യുന്ന പൈസ കൊണ്ട് നമുക്ക് വേറൊരാൾക്ക് സിനിമ നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെയുള്ളൊരു അത് നമ്മൾ വിഭാവന ചെയ്യുന്നതോടൊപ്പം നമ്മളിത് നടപ്പിലാക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും അവിടെയും നമ്മളത് കൃത്യമായിട്ട് തന്നെയാണ് ഇത് വിനിയോഗിക്കപ്പെടുന്നത്, കൃത്യമായി തന്നെയാണ് അത് സമൂഹത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷമുള്ള കാര്യം ഇപ്പോൾ സീ സ്പേസ് ആയാലും അപ്പം അതിൻ്റെ ഒരു മോണിറ്ററിങ്ങും അതിൻ്റെ പ്രവർത്തനവും ഒക്കെയും വളരെ കൃത്യമായിട്ട് നടക്കുകയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ആ ഒരു ആവശ്യകതയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞൊരു 10 വർഷം എടുക്കുകയാണെങ്കിൽ മലയോര ഹൈവേ പോലെ, വിഴിഞ്ഞം തുറമുഖം പോലെ നിരവധിയായിട്ടുള്ള, ഇപ്പോൾ വയനാട് പുനരധിവാസമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു 10 വർഷ കാലയളവിലെ ഗവൺമെൻറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതുപോലെ ഇനിയും ഇടതുപക്ഷം തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകവുമായിട്ടാണ് കേരളം ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ ഭയമില്ലാതെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, ചെയ്യുന്നു. എല്ലാത്തരം വിഭാഗങ്ങളിലുള്ള മനുഷ്യരും ഒത്തൊരുമിച്ച് ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നൊരു പ്രത്യേകത. അതിൽ ഒരു ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് വികസനം ലക്ഷ്യമാക്കി പദ്ധതികൾ കൊണ്ടുവരിക, അതിൻ്റെ തുടർച്ചയുണ്ടാവുക. ആ തുടർച്ച പ്രധാനമാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എത്രയോ വിഭാഗങ്ങളിൽ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ നോക്കുകയാണെങ്കിൽ അവിടെ പുനരധിവാസ പദ്ധതികൾ ഉണ്ടാകുന്നു, അവരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് മഴവില്ല പദ്ധതി ഉണ്ടാകുന്നു. എല്ലാ ഏരിയകളിലും ഒരു വിഭാഗം എന്നില്ല, ഇപ്പം പട്ടിക വിഭാഗമായാലും എല്ലാവർക്കും ഒരു ക്ഷേമം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആധാർ കാർഡുള്ളവർക്കൊക്കെയും റേഷൻ കാർഡ്, അങ്ങനെ ഒരു അതിദരിദ്ര അല്ലാത്തവർ എന്ന തരത്തിൽ ഗവൺമെൻറ് എയിം ചെയ്യുമ്പോൾ ഒരു ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. അതേസമയം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു നടപ്പിലാക്കൽ ആ ഒരു ഏരിയയിലും കൂടി ഒരു ശ്രദ്ധ വരിക എന്ന് പറയുമ്പോൾ, കാരണം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് സജഷൻസ് എന്ന് പറയുന്നത് പല പദ്ധതികൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ബിനാലെ പോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വേറൊരു വിഭാഗം, ഇപ്പോൾ നമ്മൾ തെയ്യം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫോക്ക് ആർട്ട് പോലെ കേരളം അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. നമുക്കൊരുപാട് ഫോക്ക് ആർട്ട് ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരുപാട് ആയുർവേദവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കൊരുപാട് നോളജ് ഉണ്ട്. ആ നോളജൊക്കെ നമുക്ക് പുറം ലോകത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ആ പുറം ലോകത്ത് നിന്ന് വരുന്ന ആ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സമൂഹത്തിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ഒരു ഗ്രൂപ്പ്, ഒരു മ്യൂസിയം പോലെ ബിനാലെ പോലെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫോക്ക് ആർട്സിനെയൊക്കെ, കാരണം വെച്ചാൽ പല തെയ്യം വിഭാഗങ്ങളും ഇപ്പം മൺമറഞ്ഞു പോവുകയാണ്. പല ആളുകൾക്കും ഇപ്പോൾ അത് കെട്ടിയാടുന്ന ആൾക്കാർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് അറിയുന്ന ആൾക്കാരില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട ജീവിതവുമായിട്ട് ഒരു ആയുർവേദ ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു തരം നോളജൊക്കെ ഇല്ലാതാവുന്നു. ആ നോളജൊക്കെയും നമുക്ക് ഇപ്പോൾ കൂടിയാട്ടം യുനെസ്കോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാനും ആളുകൾ വരുന്ന ഒപ്പം തന്നെ ആ വിഭാഗത്തിൻ്റെ ഉന്നമനവും സാധ്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് നേട്ടങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പൊതുവിദ്യാഭ്യാസ രംഗം, അതുപോലെ തന്നെ ആരോഗ്യരംഗം, നമ്മൾ മടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോവുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സൗജന്യ വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ സൗജന്യ ചികിത്സ എന്ന് പറയുന്നത് അത് വളരെ മെച്ചപ്പെട്ട ചികിത്സ നമുക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് രംഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. അത്തരത്തിലൊക്കെ ഡെവലപ്മെൻറ്റ് ഈ 10 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും സിലബസ് പരിഷ്കരിക്കുക എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഹ്യൂമൻ ആയിട്ടുള്ള, ഇപ്പോൾ അതായത് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ടൂറിന് പോയാൽ മതി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ദാറ്റ് ഷോസ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് വരുമ്പോഴത്തേക്ക് അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. അതിലെനിക്ക് ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫങ്ഷണൽ സ്കിൽസിനെയും കൂടി നമ്മുടെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞത്. ഇപ്പോഴും അടുക്കള അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജെൻഡർ റോൾസ് എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോഴും കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവ് വീടകങ്ങളിൽ നിന്ന്
ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെയായിരിക്കും നമ്മളിപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരു ബ്രേക്ക് വരണമെങ്കിൽ, ആ സ്റ്റീരിയോ ടൈപ്പിനൊക്കെയും നമുക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കണമെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ടാവാൻ നമുക്ക് അത്തരത്തിലുള്ള ഫങ്ഷണൽ സ്കിൽസൊക്കെ നമുക്കതൊരു സബ്ജക്റ്റായിട്ട് ഒരു സ്കൂളിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടും മൊത്തത്തിൽ കേരളത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവലോകനമായിരുന്നു. വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ഇതിൻ്റെ ഭാഗമായതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇനിയും നല്ല കരുത്തുറ്റ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ നിർമ്മിക്കാൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.